പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചനാവിചിന്തനത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. സ്നേഹമുള്ളൊരു സാഹചര്യം ഇതാണ്. നിക്കാദേമോസ് എന്ന ഒരു ഫരിസേയ നേതാവ് സാൻഹെദ്രിൻ സംഘാംഗമാണ്. രാത്രിയിൽ യേശുവിനെ കാണാനായിട്ട് വന്നു. നീ ദൈവത്തിൽ അയക്കപ്പെട്ട ഗുരുവാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം നൽകുക. യേശു ആദ്യം പറയും, വീണ്ടും ജനിക്കണം. മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് വീണ്ടും ജനിക്കുക? ആ സംഭാഷണം മുന്നോട്ട് പോകും. എന്താണ് യേശു കൊണ്ടുവരുന്നത്? എന്താണ് പുതിയ ജനനം? അപ്പം വീണ്ടും ജനിക്കുന്ന യേശു പറയും, ആത്മാവിൽ ജനത്താലും വീണ്ടും ജനിക്കണം. പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ ജനനം, ശാരീരികമായ ജനനമല്ല, അതിനപ്പുറത്തൊരു ആത്മീയമായ ജനനം ഉണ്ടാകണം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കാതോർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമ്മൾ വീണ്ടും ദൈവമക്കളായി വിളിക്കപ്പെട്ടവരാണ്, ജനിച്ചവരാണ്. ആ ദൈവമക്കളുടെ യോഗ്യതയ്ക്ക് മഹത്വത്തിന് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, അതുപോലെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു മഹത്വം, മനുഷ്യൻ്റെ മഹത്വം, അത് അവൻ്റെ സമ്പത്തിലോ അവൻ്റെ തലമുറകളിലുള്ള പാരമ്പര്യങ്ങളിലോ ഒന്നുമല്ല. ഞാൻ ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വം, മക്കളുടെ മഹത്വം മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നിക്കാദേമോസിന് ആദ്യം മനസ്സിലായില്ല, പക്ഷേ സാവകാശം സംഭവം ഉണ്ടായി. നിക്കാദേമോസാണ് സാൻഹെദ്രിൻ സംഘം യേശുവിനെ കുറ്റം വിധിക്കാൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ 7 അധ്യായം 50 വാക്യങ്ങളിൽ യേശുവിനോട് വാദിക്കുന്നുണ്ട്. അവസാനം യേശുവിനെ വധിച്ചു കഴിയുമ്പോൾ നിക്കാദേമോസാണ് യേശുവിനെ സംസ്കരിക്കുന്നത്. സാവകാശം ആ ഒരു മഹത്തിലേക്ക് കടന്നു പോകും. നമുക്ക് ഓർക്കണം, ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്നവരാണ്. ബോധത്തിലൂടെ ജീവിക്കാനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക